ആക്ച്വലി ഞങ്ങള് വീടിന്റെ കൺസെപ്റ്റ് വീടിങ്ങനെ വേണമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്തെ ഉണ്ടായിരുന്നത് എല്ലായിടത്തും കാണുന്നത് പോലെ ഈ കുട്ടികള് നമ്മളൊരു അപ്സ്റ്റെയർ വീട് എടുത്തു കഴിഞ്ഞാല് കുട്ടികളൊക്കെ ഫോൺ എടുത്തിട്ട് വേറെ അവരുടെ റൂമിലാവുകയും അവിടെ ഇരിക്കുന്ന നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് വരികയും ചെയ്യുന്നതായിട്ട് എല്ലാ വീട്ടിലും ഇപ്പം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ് നമുക്ക് അങ്ങനെ വേണ്ട, ഒരൊറ്റ ഫ്ലോർ മതി. ഒരൊറ്റ ഫ്ലോറിൽ ബെഡ്റൂംസ് ആയി കഴിഞ്ഞാലും കോമൺ ഏരിയാസ് ആയി കഴിഞ്ഞാലും എല്ലാം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഐസൈറ്റ് ഉണ്ടായിരിക്കണം. എല്ലാവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് കൂടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങളത് മനസ്സിലാക്കുകയും ഞങ്ങൾ അങ്ങനെയാണ് ഫസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ഇതൊരു സിംഗിൾ ഫ്ലോർ മതി എന്നുള്ളതാണ്. പിന്നെ ഞങ്ങള് വീടുണ്ടാക്കാൻ വിചാരിച്ച സമയത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ റെഫർ ചെയ്യും. ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് വീടുകൾ കയറി നോക്കും, അങ്ങനെ ഓരോരോ കൺസെപ്റ്റുകൾ കാണും. അപ്പോൾ ശരിക്കും എല്ലാവരെയും പോലെ തന്നെ ഓരോരോ എലമെന്റ്സ് കാണുന്ന സമയത്ത് ആ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ കൊളോണിയൽ ടൈപ്പ് ഓഫ് എലിവേഷൻ ആണ് നമ്മൾ ആർക്കിടെക്ട്സിനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ആ കൊളോണിയൽ ടൈപ്പ് ഓഫ് എലിവേഷനും പറഞ്ഞു. അപ്പൊ അതിന് മാച്ച് ആവാത്ത രീതിയിലാണ് ശരിക്കും ഒരു കോർട്ട്യാർഡ് ഉണ്ടായിരുന്നത്. നമ്മളെ ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ്. അപ്പം നമ്മളത് പറഞ്ഞു, നമുക്ക് ട്രഡീഷണൽ കൺസെപ്റ്റ് ആയിട്ടുള്ള കോർട്ട്യാർഡ് വേണം, കൊളോണിയൽ ടൈപ്പ് ആയിട്ടുള്ള എലിവേഷൻ വേണം, പിന്നെ മോഡേൺ ടൈപ്പ് ആയിട്ടുള്ള ബെഡ്റൂംസ് വേണം, കുറച്ചുകൂടി ക്ലാസിക് ടൈപ്പ് ആയിട്ടുള്ള ബാത്റൂംസ് വേണം. അങ്ങനെ റിക്വയർമെന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ ഈ പിൻട്രസ്റ്റും അതേപോലെ തന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഓരോരോ എലമെന്റ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീടിൻ്റെതായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടത്. ആ ഒരു കാര്യം നമ്മൾ ആർക്കിടെക്ട്സിനോട് പറയും, നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയും. അത് ഫ്യൂഷൻ ചെയ്തത്, അത് ഒരുമിച്ചൊരു വീടാക്കി എടുത്തത് വളരെ വൃത്തിയായിട്ട് തന്നെ ഓരോന്നും ഓരോ എലമെന്റും വേറൊരു എലമെന്റിന് മിസ്മാച്ച് ചെയ്യാതെ എടുത്തതാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ഭംഗിയിൽ കിട്ടാൻ പറ്റിയ വലിയൊരു കാര്യം. അത് ശരിക്കും ആർക്കിടെക്ട്സിന്റെ കഴിവ് തന്നെയാണ്. നമ്മൾ എല്ലാ കാര്യവും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു. അപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് കാര്യം കൊടുത്ത് വർക്കിന്റെ സമയത്തൊന്നും നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പൊ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധാരണ വീടിന്റെ ബഡ്ജറ്റിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്തിട്ടും നമ്മൾ സാധാരണ വീടിന്റെ ബഡ്ജറ്റിലേക്ക് ശരിക്കും അവർ ആ സൂപ്പർവിഷനും മെറ്റീരിയൽ സെലക്ഷനും കൊണ്ടൊക്കെ അങ്ങനെ ആക്കി കിട്ടിയതാണ് നമുക്ക്. കിച്ചന്റെ കാര്യത്തില് എനിക്ക് അത്യാവശ്യം സൈസുള്ള ഒരു കിച്ചൺ വേണമെന്നായിരുന്നു ആഗ്രഹം. വർക്ക് ഏരിയ സെപ്പറേറ്റ് അങ്ങനെയുള്ള കിച്ചണായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു ഐലൻഡ് കിച്ചൺ അങ്ങനെ, പക്ഷെ പ്രൈവസി ആയിട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പം കറക്റ്റ് ആയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്.